ഹലോ, നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് അരി വേവിച്ച് അതിനെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ചോറ് നമുക്ക് തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ വേവിച്ച് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എഗ്ഗ് ഇവിടെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് 2-3 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ചട്ടിയുടെ അരികിലായിട്ട് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ഇരുന്ന് നല്ലവണ്ണം അങ്ങനെ ഇരുന്ന് ബേൺ ആവട്ടെ. ഇപ്പം നമുക്കത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. അങ്ങനെ ചട്ടിയിലിരുന്നിട്ട് നല്ല ഇങ്ങനെ മുരിഞ്ഞ് വരട്ടെ. നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അരികിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ ചട്ടിയുടെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സോസൊക്കെ താഴോട്ട് ഇറങ്ങി വരും. കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് MSG ഇട്ട് കൊടുക്കാം. റൈസിനെ നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. താങ്ക് യു.